മാവേലിയപ്പ തൃക്കാക്കരപ്പ ഡ്രാഗൺ ഫ്രൂട്ട് പായസം തിന്നാൻ വാ അല്ലേ? പോരട്ടെ, പിടിച്ചോ പിടിച്ചോ. എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മള് ഒരു പായസം വെക്കാൻ പോകണം അല്ലേ, അതും ഡ്രാഗൺ ഫ്രൂട്ട് പായസോട്ടാ. അപ്പോൾ ഇന്ന് ഓണമായിട്ട് എന്താണ് വെറൈറ്റി ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഒട്ടുക്കത്തെ തിരക്ക്, ഓട്ടം തന്നെ ഓട്ടം, എല്ലാ കാര്യങ്ങളായിട്ട്. പക്ഷേ ഓണത്തിൽ നമ്മൾ വെറുതെ വിടാൻ പറ്റില്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കടയിൽ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിങ്ങനെ അങ്ങ് നോക്കിയിരിക്കുകയാണ് നമ്മളെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളിത് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രാഗൺ ഫ്രൂട്ട് പായസം. ഇറങ്ങി വാടാൻ പോണേ പായസം പായസം പായസം. എന്തുട്ട് പായസം? ഡ്രാഗൺ ഫ്രൂട്ട് പായസം. അപ്പൊ നമ്മള് പരിപാടികൾ തുടങ്ങാൻ പോണേ ഡ്രാഗൺ ഫ്രൂട്ട് സേമിയ പായസം ഉണ്ടാക്കിയാലോ? അപ്പൊ മച്ചാൻ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ മിക്കവാറും പായസം വെള്ളത്തിലാവാൻ വഴിയുണ്ട്. ഇത് അങ്ങോട്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ മച്ചാനെ നല്ല കറുത്ത കരിമേഘം നമ്മളെ കത്ത് വരുന്നുണ്ട്. എന്തായാലും നോക്കാം നമ്മുടെ പായസം ഇവിടം വരെ എത്തുമെന്ന്. അപ്പൊ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനെ നമുക്ക് വസ്ത്രാക്ഷേപം ചെയ്ത് ഇത് റെഡാണെന്ന് ആദ്യം നോക്കട്ടെ. ഓ, നല്ല ചുമപ്പ സാധനം. അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ നമുക്ക് ഇത് വസ്ത്രാക്ഷേപത്തിലേക്ക് കിടക്കാം. അപ്പം 4 വരഞ്ഞ്, അത് കുഴപ്പമില്ല, ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ, കേസൊന്നും കൊടുക്കില്ല. അങ്ങനെ 4 വരിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉടുപ്പുകൾ ഊരിയെടുക്കുന്ന പരിപാടിയാണ് നമ്മൾ നടക്കുന്നത്. കണ്ട, നല്ല പഴുത്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് തൊലി അങ്ങനെ പോരുന്നേട്ടാ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഇത് നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പാളി കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് മാറ്റാട്ടാ, അല്ലെങ്കിൽ അത് പായസത്തിൽ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കനപ്പ് വരും. അതില്ലാണ്ട് നമുക്ക് എടുക്കണേ. പറഞ്ഞു തീരല്ല, മഴക്കാരിങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് നല്ല ഉണ്ടപ്പനാക്കിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ പീസ് ഇങ്ങനെ എടുത്ത് കഴിക്കാം. കാരണം കൊതി വരാതിരിക്കാൻ. മൊത്തമില്ല നിനക്ക്. രണ്ടുപേരും കൊടുത്തപ്പോഴേക്കും സാധനം നിർന്നു. അപ്പോൾ പ്രവീൺ മച്ചാനെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പീസ് കഴിക്കുക. ഉജ്ജിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ചോദിച്ചാന്നിരിക്കണല്ലേ. അപ്പോൾ മഴ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടിനെയും അങ്ങ് തൊലി കളഞ്ഞെടുക്കാട്ടാ. എടാ കൊട്ട പട്ടിക്കെടുത്ത് ഓടിക്കോടാ, മഴ വരുന്നുണ്ടോ? എനിക്ക് പണ്ടേ അറിയായിരുന്നു ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന്. സത്യം, ഓണം എന്ന് പറഞ്ഞാൽ മഴയാണ്, മഴ ദിവസമായിരിക്കും. എന്തായാലും തൊലി കളഞ്ഞു വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്ത സാധനങ്ങൾ മൊത്തം തൊലി കളഞ്ഞെടുത്ത മോനുണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട്? എടുത്തു അങ്ങനെ എടുത്തോ. അങ്ങനെ മച്ചാൻ പറയുന്നത് വന്ന മഴ എവിടേക്കോ ഒന്ന് പാഞ്ഞു പോയി, അതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് ചാറി നിൽക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ തൊലി കളഞ്ഞ് എടുത്ത നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഇനി നമുക്ക് പ്യൂരി ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു അരിപ്പ് എടുത്തിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്യൂരി ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് നമ്മളിതിലിട്ട് ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ കണ്ട അതിൻ്റെ പ്യൂരി താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്യൂരി എന്ന് വെച്ചാൽ എന്തുവാ? അതിൻ്റെ ജ്യൂസ്. അപ്പം ഇങ്ങനെ നമ്മൾ ആട്ടി അതിൻ്റെ പ്യൂരി എടുക്കുകയാണേ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ആ സീഡ് അതിലേക്ക് വരാണ്ട് നമുക്ക് പ്യൂരി മാത്രമേ കിട്ടും. കസ്കസ് ഇതല്ല, കുരു കാണുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും അത് കസ്കസ് അല്ല. സവാരി ജ്യൂസൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ടോൺ മച്ചാനെ ഇന്നത്തെ പായസം തകർക്കൂടാ. ഒന്നില്ലെങ്കിൽ തകർക്കും, അല്ലെങ്കിൽ തകരും. മഴ വന്നു കഴിഞ്ഞാൽ തകരും, ഇല്ലേ നമ്മൾ തകർക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ പായസത്തിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. കാരണം എന്താ പറയുക, ഒന്നാമത്തെ പായസത്തിൽ വെള്ളം കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, നോക്കാം നമുക്ക്. എന്തായാലും നമ്മൾ തന്നെ കുടിക്കാനുള്ള പായസം ഉള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിത് പ്യൂരി എടുക്കൽ കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടേ ഇരിക്കുകയാണേ. എൻ്റെ അമ്മ എല്ലാ തവണ ഓണത്തിൻ്റെ അവസ്ഥ. നീ പാട്ട് കേട്ടില്ലേ? പ്രണയനില തൂവൽ കൊഴിയും തനന മഴ, മഴവിൽ കൊടിയഴക് വിരിഞ്ഞൊരു തനന മഴ. അങ്ങനെ മഴേനെ വകവയ്ക്കാതെ നമ്മൾ പണികൾ പിന്നെയും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പായസം വെച്ചേ അടങ്ങുള്ളൂ. ഞാൻ ഈ പായസം കുടിച്ചിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ വീണ്ടും നമ്മൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ജ്യൂസ് പുറത്ത് വരണ വരെ നമ്മൾ തിരുമ്മി എടുക്കും. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നല്ല തിക്കായിട്ടുള്ള പ്യൂരി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടാ നോക്കിയാൽ നല്ല തിക്കായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെച്ച് നമ്മുടെ പായസത്തിന്റെ ബാക്കി പരിപാടികൾ നോക്കിയാലോ. അപ്പോൾ മച്ചാന്മാരെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ പായസം വെക്കാനുള്ള ഉരുളി ഇതേ അടപ്പത്ത് കയറ്റാണ്. അപ്പോൾ ഉരുളിയിലേക്ക് ഇനി നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അടിപൊളി. ഇതേ കണ്ട നല്ല പശുവിൻ്റെ പാല് നമ്മളിതേ ഉരുളിയിൽ അങ്ങോട്ട് സെറ്റാക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല വെളുത്ത പശുമ്പാൽ. അപ്പോൾ നമ്മുടെ സ്റ്റൗവിന് തീ കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമ്മുടെ പാല് അടി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇപ്പോൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല.
അതായത് നമ്മുടെ സേമിയ ഇതിലിടുമ്പോൾ അത് വെന്ത് വരാനായിട്ട് അവസാനം നമ്മൾ മധുരം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതേ നല്ലോണം നമ്മുടെ പാലൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് ചൂടായി വന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് നമ്മുടെ സേമിയ ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇതേ നോക്കിയേ നമ്മുടെ പാല് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇതേ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സേമിയ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. അപ്പം ഇനി ഇതേ നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാൻ പോവാണേ. അപ്പോൾ ഇതേ സംഭവം നോക്കിയേ, നമ്മുടെ ഒഴിച്ച പാലിനനുസരിച്ച് ഇപ്പോൾ ഏകദേശം 4 ബക്കറ്റ് പാലിന് നമ്മളിതേ ചേർത്ത് കൊടുക്കണത് ഏകദേശം 1 ബക്കറ്റ് സേമിയ ആണേ. ഇതേ നോക്കിയേ, നമ്മുടെ സേമിയൊക്കെ പതിയെ ഇങ്ങനെ വീർത്ത് വരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമേ. ഇട്ടപ്പോൾ ചെറിയ സ്ട്രാൻസ് ആയിരുന്നു, ഇപ്പം അതിങ്ങനെ വീർത്ത് വരുന്നുണ്ട്. ആഹാ, അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് ഇതേ നമ്മുടെ സേമിയോ വെന്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട, നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്ത് പൊക്കുകയാണെങ്കിൽ കണ്ട നമ്മുടെ ആ സ്ട്രാൻസൊക്കെ ഇങ്ങനെ വീർത്ത് വരുന്ന കാണാൻ പറ്റും. നല്ലോണം വെന്ത് വരണോട്ടത്. അങ്ങനെ മച്ചാന്മാരെ ഇതേ നോക്ക്, നമ്മുടെ സേമിയോ നല്ല രീതിക്ക് പാലിൽ കിടന്ന് വെന്ത് നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ആ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കി നമ്മൾ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിരുന്ന സേമിയ ഉണ്ട്, നമ്മൾ പറയാൻ മറന്നുപോയി. നമ്മൾ റോസ്റ്റ് ചെയ്ത സേമിയ ഇതിലിട്ടേ, അല്ലാതെ പച്ച സേമിയ കൊണ്ടൊന്നും ഇതിലിടാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സേമിയൊക്കെ നല്ലോണം വെന്ത് പൊന്തിയിട്ടുണ്ട് കേട്ടത്. നമ്മുടെ പാലിൽ ഇപ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മധുരത്തിനുള്ള പഞ്ചസാര നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, നമ്മൾ ഏകദേശം മെഷർമെന്റ് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ഇത്. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അങ്ങനെ പഞ്ചസാര ഇട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം മധുരമൊക്കെ ഒന്ന് സെറ്റിലായി എല്ലായിടത്തേക്കും പിടിച്ച് വരുമ്പോഴേക്കും ഇനി നമ്മുടെ ഫ്ലേവറിനുള്ളൊരു ഐറ്റം നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഏലക്ക ഇട്ട് കൊടുക്കേണ്ട സമയമായേ. അപ്പോൾ ഇത് നമ്മുടെ ഏലക്കാപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. നമ്മുടെ പായസത്തിന് നല്ലൊരു ക്രീമി ഫീൽ കിട്ടാനും നല്ലൊരു ഫ്ലേവറിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഇത് നിർബന്ധമില്ല, നമ്മുടെ പാൽ അത്യാവശ്യം നമ്മൾ കുറിക്കാൻ എടുക്കുന്നത്, എന്നാലും ആ ഒരു ആചാരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ അവസാന ഘട്ടങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പായസം അത്യാവശ്യം നല്ല രീതിക്ക് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പ്യൂരി ഒഴിക്കുകയാണ്. അപ്പം പിന്നെ ഇത് ഇളക്കി കൊടുക്കാം നമുക്ക്. അതെ, നമ്മുടെ പായസം അടിപൊളി നല്ലൊരു കളറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ നല്ലോണം നമ്മുടെ പ്യൂരി ഒഴിച്ച് അതിനെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുകയാണ് നമ്മൾ. അടിപൊളി. ഇതേ അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് പായസം സെറ്റാക്കി നല്ല മണം തന്നെ ഉണ്ടോ. ഇപ്പോൾ പായസത്തിൻ്റെ മണം ഇവിടെ മൊത്തം നമ്മുടെ ആ ഏലക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇല്ലേ, ഈ ഏരിയ മൊത്തം പായസത്തിൻ്റെ മണം. അങ്ങനെ നമ്മുടെ പായസം അത്യാവശ്യം കുറുകി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരമില്ല, ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ്, അതുപോലെ കിസ്മിസ്, ബദാം, ഇതൊക്കെ നമ്മളൊന്ന് എണ്ണയിൽ മൂപ്പിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ പോയിട്ട് മൂപ്പിച്ച് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പിടിച്ച് മൂപ്പിക്കാനുണ്ടെങ്കിൽ നല്ല മഴ അടുത്തത് വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് സംഭവം മൂപ്പിച്ച് കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായി രംഗപ്രവേശനം ചെയ്യുന്നു നമ്മൾ മൂപ്പിച്ചെടുത്ത കിസ്മസ്. നല്ല നെയ്യിൽ മൂപ്പിച്ചെടുത്ത കിസ്മസ് ആണ് കേട്ടോ. കുറച്ച് നെയ്യപ്പം ഇതിൻ്റെ കൂടെ ഉണ്ടാവേ. ഇനി നല്ല നെയ്യിൽ, നല്ല പശു നെയ്യിൽ തന്നെ മൂപ്പിച്ചെടുത്ത നമ്മുടെ കശുവണ്ടി പരിപ്പാണ്. അത് നമ്മളതേ ഇട്ട് കൊടുക്കാം. നമ്മൾ മൊത്തം ഇടൂല കേട്ടോ, കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. സുത്തമാന പശുവിൻ നെയ്യിൽ ഒന്നുകൂടി മൂപ്പിച്ചെടുത്ത നമ്മളുടെ സ്വന്തം ബദാമാണ്. ഇതേ നോക്കിയ മോനെ, നല്ല ബദാം. അപ്പോൾ നോക്കിയേ, നല്ല ആഘോഷപരമായി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവരെ നമുക്കിനി പായസത്തിലേക്ക് അങ്ങോട്ട് ഒത്തുചേർത്ത് ഇടിപ്പിക്കണ്ടേ. അപ്പോൾ അതെ നല്ലോണം ഇളക്കി ഈ അംഗങ്ങളെ കൂടി നമുക്ക് പായസത്തിലേക്ക് പങ്കാളികളാക്കി എടുക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ചേർത്തു. ഇതേ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ വലിയ ഉരുളിയിരിക്കുന്ന കാരണം നമ്മളിപ്പോൾ തന്നെ പകർത്തി മാറ്റിയില്ലെങ്കിൽ ഇതിരുന്ന് ഭയങ്കരമായിട്ട് കുറുകി പോകും. അതിന് മുമ്പ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അതേ ഇനി നമ്മുടെ പായസം ബക്കറ്റിലേക്ക് നമ്മൾ പപ്പടം കൂട്ടി കഴിക്കാനായതുകൊണ്ട് ഇച്ചിരി കട്ടി കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ നല്ല കുഞ്ഞ് തൂശനൽ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, നമ്മുടെ പിള്ളേർക്ക് ഇതേ പായസം വിളമ്പാനായിട്ട് ആയിരിക്കും മോനെ. നിങ്ങൾക്ക് പപ്പടം നേരത്തെ കിട്ടിയാ എലയിട് ഒരു ഗ്യാപ്പ് എനിക്കും തന്നെ. ഞാനിവിടെ സൈഡിൽ എവിടെ ഇരുന്നോളാം. ഞാനിരിക്കും ഇത് കഴിഞ്ഞിട്ട്. ആദ്യം പപ്പടം വിളമ്പാട്ടെ നമുക്ക്. ഒരു അച്ചാറും കൂടി ഞാൻ കൊണ്ടുവരേണ്ടതായിരുന്നു. ഞാൻ പപ്പടം 2 വെച്ച് തരും എല്ലാവർക്കും. 2 കുഞ്ഞി പപ്പടം. നിനക്ക് മാത്രം എന്താ 2 പപ്പടം അല്ല 3 പപ്പടം ആണോ? മോന് തരും അതുപോലത്തെ പപ്പടം തരാം. നിനക്ക് ഇതേ 3 കുഞ്ഞി പപ്പടം കേട്ടാ. ഇതേ ഇവിടെ ഇരിക്കട്ടെ 3 കുഞ്ഞി പപ്പടം. പായസം വന്ന്. അപ്പോൾ ദേ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് സേമിയോ പായസം ദേ ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം പിള്ളേർക്ക്. അപ്പോൾ അതേ നല്ല പായസം. അമ്പോ, സത്യം പറഞ്ഞാൽ എൻ്റെ വായിൽ കപ്പലോടെയാണ്.
ഇവർക്ക് എങ്ങനെയും വിളമ്പി കൊടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാന്നുള്ള മൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ കൊതിയനോടെ ഉണ്ട്. കൊതിയന് ഇല്ല ഞാനും വന്നിട്ട് കഴിക്കാം. ഓക്കെ മോനെ. ആ പിന്നെ ഒരു ഇല കൂടി ഉണ്ട്. പ്രവീൺ മച്ചാനെ എൻ്റെ ഇല കഴിക്കുന്നേ. അപ്പോൾ പ്രവീൺ മച്ചാനുള്ളതും എൻ്റെ ഇലയിലാണ് വരുന്നത്. കുറച്ച് തുളുമ്പിപ്പോയി എന്നാലും കുഴപ്പമില്ല. ആ എന്നെ കൂട്ടാണ്ട് കഴി തുടങ്ങിയല്ലേ കള്ളന്മാര്. അപ്പോൾ അതെ കഴിച്ചു തുടങ്ങാം നമുക്ക്. അപ്പം മച്ചന്മാരെ ഇത് നോക്ക്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പായസം അങ്ങനെ ഇലകളിൽ വിളമ്പി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതാണ് ഉമ്മയോട് ഞാൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന്. അവിടെ തുടങ്ങി പരിപാടി. അപ്പോൾ എന്തായാലും എന്തേ തുടങ്ങിയാണ് പരിപാടി. പ്രവീൺ മച്ചാനെ ബാ. അപ്പോൾ ഇതേ നോക്കിയാൽ 3 കുഞ്ഞി പപ്പടം എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ആയ് ഓ ചൂട് 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 നല്ല ചൂട് പായസം ഇങ്ങനെ എടുത്തിട്ട് മോനെ ഈ ഓണം സാഫല്യം കഴിക്കട്ടെ. ആ ആനന്ദൻ്റെ ഐഡിയ ആയിരുന്നു. അജു കട്ടെടുത്ത് ഭൗമിക്കിന് വയ്യ കേട്ടാ, പനി പിടിച്ചിരിക്കണേ. അല്ലെങ്കിൽ ഇതൊന്നല്ല ഭൗമിക്കിൻ്റെ പോളിങ് അല്ലേ ഭൗമിക്ക? ഇന്ന് മത്ത് പിടിച്ച് കിടക്കൂടാ. നല്ല ടേസ്റ്റ് ഇല്ലേ? കിടു പായസം നമ്മളെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് പരുവത്തിന് ഇച്ചിരി വെള്ളമാക്കിയാണ് എടുത്തേ. നമ്മൾ ഉരുളിയിൽ വെച്ചിട്ട് നമ്മൾ ബാക്കി പപ്പടമൊക്കെ വറക്കാൻ പോയപ്പോൾ ഒന്ന് കുറുകിയിട്ടുണ്ട്. പക്ഷെ സംഭവം ഒട്ടുക്കത്തെ ടേസ്റ്റ്. കൊതിയൻ അങ്ങനെയുണ്ട്. ഒരു പപ്പടം തരുമോനെ? വലിയ പപ്പടായി പോയല്ലേ? പപ്പടേ കുഞ്ഞി പപ്പടമായി പോയി. ചെറിയ പപ്പടത്തിന് നല്ല ടേസ്റ്റ് കേട്ടോ. എൻ്റെ പപ്പടം പോയി. പപ്പളിപ്പുറത്തുണ്ട് ഞാൻ. എനിക്ക് പായസം കഴിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ കുറച്ചിട്ട് പായസം എടുക്കൂലേ, ഒരു വിരലത് ഇങ്ങനെ പോടാ. എന്താന്ന് പറഞ്ഞൂടാ? എങ്ങനെ ചൂണ്ടാൻ പാടില്ല. അങ്ങനെ ചൂണ്ടിപ്പോവും. എന്താടാ ഇത്ര നാൾ നമ്മൾ ഈ പായസം ഇല്ലാതെ ഉണ്ടാക്കാതിരുന്നേ? സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ എത്രത്തോളം രസമായിരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇത് ഒരു മൈൽഡ് ഫ്ലേവർ, അന്നൊരു സേമിയ പായസത്തിനേക്കാൾ ഒരു പൊടിക്ക് അങ്ങോട്ട് കയറിക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കളറാണ്, കളർഫുള്ളാണ്. മോനെ അടിപൊളി. അപ്പോൾ ഒരു സദ്യച്ച ഫീല് പായസം കഴിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും എന്തേ ഇത്തവണത്തെ ഓണം ഒരു പായസത്തിൽ അങ്ങോട്ട് ഒതുക്കുകയാണ്. പക്ഷെ നമ്മുടെ പായസം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളി സാധനമായി. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാം അല്ലേ? ഹാപ്പി ഓണം അത്രേ പറയാനുള്ളൂ. അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ എംഫോടെക് മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അടുത്ത കിടുക്കച്ചില് അതിൻ്റെ മുകളിലൊരു ദിവസം ക്യാമ്പിങ് വരുന്നുണ്ട് അല്ലേ പ്രവീണേ? അപ്പോൾ സ്റ്റേ ട്യൂൺ. ഓണമൊക്കെ അടിച്ചു പൊളിക്കുക, അപകടങ്ങളിലൊന്നും പോയി ചാടാതിരിക്കുക, സൂപ്പറായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ മച്ചന്മാർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചന്മാർ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൽ പ്രവീണ ടീം എംഫോടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. ഹാപ്പി ഓണം. ഒരു റൗണ്ട് കൂടി അടിച്ചാലോ നമുക്ക്?